ക്രിസ്തുയേശുവിൽ എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തുവിൽ സമാധാനം. നമ്മൾ എല്ലാവരും അറിയുന്നൊരു കാര്യം തന്നെയാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. യേശുവിൻ്റെ ജനനം നമുക്കെല്ലാവർക്കും അറിയാം. യേശുവിൻ്റെ ജനനം എങ്ങനെയായിരുന്നു? ദൈവത്തിൻ്റെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നുള്ളതാണ് ദൈവം നമുക്ക് തന്ന അറിവ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ശരീരം ധരിച്ച് മറിയത്തിൻ്റെ ഉദരത്തിൽ ശരീരം ധരിച്ചൊരു മനുഷ്യനായി ഭൂമിയിൽ മനുഷ്യരുടെ പാപങ്ങളെ മോചിക്കുവാനുള്ള അധികാരമുള്ള അഭിഷിക്തനായി അവസാന യാഗമായി മാറുന്ന ഒരു കുഞ്ഞാടായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ജനിച്ചത് ബെത്ലഹേമിൽ. എന്നാൽ ഒരു കാര്യം ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനന നിമിഷം മുതൽ, ആ ജനനം നടന്നു എന്ന ആ സമയം മുതൽ നമുക്കറിയാം, യേശുവിനെ കൊല്ലുവാൻ, ആ ശിശുവിനെ കൊല്ലുവാൻ രാജാവ് പദ്ധതിയിടുകയാണ്. തൻ്റെ ജനത്തെ നയിക്കുവാനുള്ള, തൻ്റെ ജനത്തെ ഭരിക്കുവാനുള്ളവൻ യഹൂദയിലെ ബെത്ലഹേമിൽ ജനിച്ചു എന്നറിയുന്ന രാജാവ് ആ ശിശുവിനെ കൊല്ലണം എന്നുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുക. അത് വിദ്വാൻമാരെയും മറ്റെല്ലാവരെയും വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് യേശുവിനെ വധിക്കണം, ശിശുവിനെ വധിക്കണം എന്ന തീരുമാനത്തിലേക്ക് വന്നു നമുക്കറിയാം. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ ദൂതൻ യോസെഫിന് നൽകിയ അരുളപ്പാടനുസരിച്ച് യേശുവിനെ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പുറപ്പെടുകയാണ്. എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും പാപം മോചിപ്പിക്കുവാൻ, പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഈ ഭൂമിയിൽ മനുഷ്യനായി സദൃശ്യമായി പ്രത്യക്ഷനായി വന്ന ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ നാം കൈക്കൊള്ളുക എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. കാരണം ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടണമെന്നുണ്ടെങ്കിൽ സ്വയം യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറാണ്. യേശു എന്ന രക്ഷകനെ, യേശു എന്ന രക്ഷിതാവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ തയ്യാറാണ്. യോസഫിൻ്റെയും മറിയയുടെയും മകനായി ദൈവത്തിൻ്റെ ആത്മാവ് ജഡമായി മനുഷ്യ സദൃശ്യത്തിൽ നമുക്ക് ദൈവത്തെ കാണിച്ചു തരുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്തെന്നും ദൈവഹിതം എന്തെന്നും കാണിച്ചു തരുവാനാണ് യേശുവായി നമ്മുടെ ഇടയിലേക്ക് വന്നത്. ഇവിടെ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ആയിരുന്ന പാപജീവിതം എന്നെ അറിയുന്നവർക്ക് കുറച്ചെങ്കിലും അറിയാമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു ചെറിയ സാക്ഷ്യമോടൊപ്പം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എനിക്ക് വേണ്ടി രക്തം ചിന്തുവാൻ, എനിക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകുവാൻ, സ്വന്തം ജീവൻ കളയേണ്ടി വരുമെന്നും അറിഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് തൻ്റെ ശരീരത്തെ ചമ്മട്ടികളാൽ അടിയേറ്റു വാങ്ങിയും കുന്തത്താൽ തുളയ്ക്കപ്പെട്ടു 3 ആണികളാൽ തൂക്കപ്പെട്ടു മരണത്തിന്, എൻ്റെ പാപത്തിന് പരിഹാരമായി മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത യേശു
ആ യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്കെന്നെ തന്നെ പറയേണ്ടി വരും. കാരണം ഞാൻ മതപരമായ ജന്മം കൊണ്ട ഒരാളാണ്. ക്രിസ്തീയ മതപരമായി ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. എങ്കിൽ കൂടി ഞാൻ പള്ളിയിൽ പോവുകയോ മറ്റു കാര്യങ്ങളൊന്നും അങ്ങനെ എനിക്ക് താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നില്ല. പ്രാർത്ഥനകളോ മറ്റു കാര്യങ്ങളോ എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ പ്രവൃത്തിയുടെ, എൻ്റെ നടപ്പിൻ്റെ രീതി അങ്ങനെയായിരുന്നു, എൻ്റെ കൂട്ടുകെട്ടുകൾ അങ്ങനെയായിരുന്നു. അതുകൊണ്ടായിരിക്കണം. കാരണം മദ്യത്തിൻ്റെയും വിവിധതരം ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടാണ് ഞാൻ ജീവിച്ചു വന്നത്. അതിനിടയിൽ വിവാഹിതനായി, വിവാഹമൊക്കെ കഴിഞ്ഞു. എനിക്കൊരു മകൻ ജനിച്ചു, മകൾ ജനിച്ചു. ഇതെല്ലാം കഴിഞ്ഞെങ്കിലും എനിക്കൊരു സ്വന്തം വീട് ആവശ്യമായിരുന്നു. സ്വന്തം വീട് വേണം. നമുക്കറിയാം, യഹൂദിയിലെ ബെത്ലഹേമിൽ യോസഫിൻ്റെയും മറിയയുടെയും മകനായി ജനിച്ച യേശു പോലും ജനന സമയത്ത് സ്വന്തമായൊരു വീടില്ലായിരുന്നു. ജനിച്ചപ്പോൾ തന്നെ ആ ജനിച്ചു വീണ തൊഴുത്ത്, കാലിത്തൊഴുത്ത് ആയിരുന്നു ജനിച്ചു വീണ. ആ ജനിച്ചു വീണ തൊഴുത്ത് പോലും ഉപേക്ഷിച്ചുകൊണ്ട്, ആ വീടും ആ പരിസരവും ഉപേക്ഷിച്ചുകൊണ്ട് ഈജിപ്തിലേക്ക് പോകേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഞാനൊരു വാടക വീട്ടിൽ താമസിക്കുകയാണ്, എൻ്റെ ഭാര്യ, എൻ്റെ 2 മക്കളുമായിട്ട്. ഞാൻ ബൈബിള് വായിച്ചു തുടങ്ങിയ കാലഘട്ടമാണെന്ന് ഞാൻ ആദ്യം തന്നെ പറയാം. കാരണം ബൈബിൾ വായിച്ചു തുടങ്ങിയ കാലഘട്ടത്തിൽ എനിക്ക് ബൈബിൾ വായിക്കും തോറും ഭയങ്കരമായൊരു ഒരു തീഷ്ണത. ബൈബിൾ കൂടുതൽ വായിക്കണം, ദൈവത്തെക്കുറിച്ച് അറിയണം, ദൈവം എന്തെന്നറിയണം. അപ്പോൾ ഞാനും അറിയാതെ ഇത് ഒരു ദിവസം 4-5 പ്രാവശ്യം, അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ബൈബിൾ വായിക്കും. അങ്ങനെ ബൈബിൾ വായിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെ അതിനുശേഷം ഞാനും എൻ്റെ ഇതിലേക്ക് പ്രേരിപ്പിച്ച ഒരു ബ്രദറും, എൻ്റെ അപ്പൻ്റെ കുടുംബ വീടിനടുത്തുള്ള അപ്പൻ്റെ കൂട്ടുകാരൻ്റെ മകനാണ്, പറയാതിരിക്കാൻ കഴിയില്ല, ബേബി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് എന്നോട് പറയുന്നത്, ഡിക്സൺ, ബൈബിൾ കയ്യിലെടുത്താൽ നിൻ്റെ ജീവിതം മാറും, നിൻ്റെ സാഹചര്യങ്ങൾ മാറും, നിൻ്റെ പ്രശ്നങ്ങൾ മാറും, നിൻ്റെ ദുശീലങ്ങൾ മാറും. അദ്ദേഹം പറഞ്ഞപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തെ അവഹേളിച്ചു ഒക്കെ പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കൊടും വെയിലത്തിരിക്കുമ്പോഴും ഞങ്ങൾ ഈ സുവിശേഷത്തെക്കുറിച്ച് പങ്കുവയ്ക്കും. പുള്ളി എന്നോട് വചനം പറയാം. അപ്പം എനിക്കതിനെക്കുറിച്ച് അറിയില്ലല്ലോ. ഞാനങ്ങനെ പിന്നെ അദ്ദേഹവുമായി വീട്ടിൽ നിന്ന് വന്ന് ബൈബിളൊക്കെ എടുത്ത് വായിക്കാൻ തുടങ്ങി. ബൈബിൾ ഇങ്ങനെ വായിച്ചു ഞാൻ മദ്യം, പുകവലി വിടാൻ, അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ അതെല്ലാം വിട്ടു. ഞങ്ങൾ 4-5 വീട്ടുകാർ കൂടി ഞായറാഴ്ചകളിൽ പള്ളിയിലെല്ലാം കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ബൈബിള് പഠനം, അതിനെതിരെ പള്ളിയിൽ നിന്ന് പ്രശ്നങ്ങളൊക്കെ പോകുന്നു. എങ്കിലും അതൊന്നും കാര്യമാക്കില്ല. പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് സ്വന്തമായൊരു ഭവനം വേണം. ഇതിൻ്റെ ഒരു സാക്ഷ്യമാണ് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ. കാരണം ഞാൻ എൻ്റെ കർത്താവ്, എൻ്റെ തിരഞ്ഞെടുപ്പ് ഞാൻ അംഗീകരിക്കുന്ന, എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ച മരണകരമായ കെണിയിൽ നിന്നും, ദുഷ്ടൻ കൊണ്ടുവന്നു വെച്ച മരണകരമായ കെണിയിൽ നിന്ന് എന്നെ രക്ഷിച്ചെടുത്ത എൻ്റെ യേശുവിൻ്റെ ആ സ്നേഹം, അതാണ് ഞാൻ എൻ്റെ യേശുവിനെ ഇന്നും മുറുകെ പിടിക്കാൻ എൻ്റെ മക്കളെ പോലും ഞാൻ പറയുന്നതിൻ്റെ കാരണം. അങ്ങനെ ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങുകയാണ്. 5 സെൻറ്റ് സ്ഥലം വാങ്ങി. അതിന് ഞങ്ങളുടെ കയ്യിൽ വേറെ പൈസയൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ഭാര്യയുടെ കയ്യിലുണ്ടായിരുന്നു, അത്യാവശ്യം ഉണ്ടായിരുന്നു. സ്വർണവും വിറ്റു. പിന്നെ എൻ്റെ വൈഫ് ജോലി ചെയ്തിരുന്ന അവിടുത്തെ വക്കീൽ ഒരു 1.5 ലക്ഷം രൂപ സഹായിച്ചു. ഹൈക്കോർട്ടിൽ വക്കീലാണ്. നല്ല മനസ്സോടെയാണ് സഹായിച്ചത് അദ്ദേഹം. പക്ഷേ അദ്ദേഹം തന്നപ്പോൾ തന്നെ ഞങ്ങളും പറഞ്ഞൊരു കാര്യം, സ്ഥലത്തിൻ്റെ പ്രമാണം ബാങ്കിൽ വെച്ചിട്ട് പൈസ കൊടുക്കാം. ഓക്കെ, സമ്മതിച്ചിട്ടാണ്. പക്ഷേ ആധാരം നടന്ന് 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ സംസാര രീതിയും കാര്യങ്ങളൊക്കെ മാറി, പ്രശ്നങ്ങളായി. വളരെയധികം ക്ലേശകരമായ അനുഭവം, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ എനിക്ക് വളരെയധികം ക്ലേശം. എന്നെ തന്നെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക.
പക്ഷെ അത് സംഭവിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ഥലം വാങ്ങി ഞാൻ ചെയ്തൊരു പാപത്തെയാണ് ആദ്യം തന്നെ പറയാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം എൻ്റെ കർത്താവ് എനിക്ക് എൻ്റെ ആഗ്രഹപ്രകാരം പ്രാർത്ഥനയോടെ ബൈബിൾ വായനയോടെ മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ കർത്താവ് ഞാൻ പോലും അറിയാതെ എനിക്ക് തന്ന ഒരു കാര്യം. പക്ഷെ അവിടെ ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ്, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതി അതിനകത്തുണ്ടായിരുന്നു. അതാണ് എൻ്റെ സത്യം. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ സ്ഥലം വാങ്ങിച്ചു. സ്ഥലം വാങ്ങി ആധാരം എഴുതി എൻ്റെ ജീവിത പങ്കാളിയും മക്കളെയൊക്കെ വണ്ടി കയറ്റി വിട്ടു. സത്യത്തിൽ ആ സമയം അവിടെ ആധാരം എഴുതാൻ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ ബൈബിൾ എടുത്ത് വായിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വന്ന ആധാരം എഴുതി രജിസ്റ്റർ ചെയ്ത വ്യക്തിയാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ദുഷ്ടൻ്റെ ചിന്ത, ദുഷ്ടൻ്റെ പ്രേരണ എൻ്റെ ഉള്ളിലേക്കാണ്. തൊട്ടടുത്തുള്ള ഇവരെല്ലാം പറഞ്ഞു വിട്ടു തൊട്ടടുത്തുള്ള ബാറിൽ കയറി 2 മദ്യം വാങ്ങിച്ച് കഴിച്ചു. സന്തോഷമാണ് സാധാരണഗതിയിൽ ക്രിസ്ത്യാനികൾ പറയുന്ന ഒരവസ്ഥയാണ്. എന്തുവന്നാലും സന്തോഷിക്കും. അപ്പോൾ നമുക്കൊരു സന്തോഷം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു പ്രേരണ മുഖാന്തരം ഞാനത് ചെയ്തു. സത്യത്തിൽ അതൊരു പാപമായിരുന്നു. എന്നെ സ്നേഹിച്ച, എൻ്റെ പ്രാർത്ഥനയിലൂടെ എൻ്റെ പ്രാർത്ഥന ജീവിതം തുടങ്ങിയത് മുഖാന്തരം ബൈബിൾ വായനയും എല്ലാം തുടങ്ങി ദുശീലമെല്ലാം വിട്ട സാഹചര്യത്തിൽ ദൈവം എന്നെ സഹായിച്ചു എന്നാണ് സത്യം. അത് ഞാൻ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ അത് കഴിഞ്ഞ് ഞാൻ എല്ലാം പോകുന്നല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പ്രമാണം പണയം വയ്ക്കാൻ ഓരോ ബാങ്കുകളിൽ കയറി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വക്കീൽ ചെന്ന് അത് അന്വേഷിച്ച് ഞങ്ങളുടെ വീട്ടിൽ ചോദിക്കുകയും കാര്യങ്ങളൊക്കെ അറിയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇയാൾ പോയിട്ട് എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി. ഇദ്ദേഹത്തിന് ആ സ്ഥലത്തിൻ്റെ മേലൊരു കണ്ണു വന്നു, ബ്ലോക്ക് ചെയ്തു. ഞങ്ങൾ വിളിച്ച് ഭീഷണിപ്പെടുത്താനും പ്രശ്നങ്ങളൊക്കെ അങ്ങനെ കേസൊക്കെയായി പോയി. അങ്ങനെ ഞാൻ രാത്രി കാലങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ ഒരു ഇടപെടൽ മുഖാന്തരം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ആകെ പ്രശ്നങ്ങളും പ്രേരണകളും വല്ലാത്ത അവസ്ഥയിലേക്കൊക്കെ പോയി വളരെ ഭീഷണിയും പ്രശ്നങ്ങളും ഒക്കെ വന്നു. അങ്ങനെ ഞാനും അദ്ദേഹത്തോട് എതിരിടാനൊക്കെ തുടങ്ങി. പോലീസ് കേസൊക്കെ ആയി, കേസിൽ പോയി. എന്നാൽ അതിനു മുമ്പ് എൻ്റെ കുടുംബത്ത്, എൻ്റെ അപ്പനോടും എൻ്റെ എന്നെ സഹോദരങ്ങളോടും എല്ലാവരോടും ഞാൻ ഈ പ്രമാണം കൊണ്ടുപോയി കാണിച്ച് പലരോടും പണം ചോദിച്ചു. ഒരു 50,000 രൂപ എനിക്ക് തൽക്കാലം തന്ന് സഹായിക്കുക. ഒരാൾ പോലും എന്നെ സഹായിക്കാനില്ലായിരുന്നു. തൽക്കാലം ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ്, നിൻ്റെ സ്ഥലത്തിൻ്റെ ആവശ്യമല്ലേ, നഷ്ടപ്പെടാതിരിക്കാൻ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു 500 രൂപ പോലും എനിക്ക് നീട്ടിത്തരാൻ ഒരു മനുഷ്യനുമില്ലായിരുന്നു. അന്ന് ഞാൻ വളരെ വേദനാജനകമായി, വേദനയോടെയാണ് എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാനിടയായത്. അപ്പോൾ ഈ വക്കീലിൻ്റെ പ്രഷറും പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കലും കേസായി, പ്രശ്നമായി. അങ്ങനെ എൻ്റെ സമനില ആകെ പ്രശ്നത്തിലായി. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് ഇനിയും ഇത് സഹിക്കാൻ പറ്റില്ല. ഇനി എനിക്കിങ്ങനെ ആരെങ്കിലും തലകുനിച്ച് നിൽക്കാൻ പറ്റില്ല. പൈസ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇനി നിൽക്കാൻ പറ്റില്ല. കാരണം നമുക്കൊരു പണി ചെയ്യാം, നമ്മളെ തന്നെ അവസാനിപ്പിക്കാം. വാടകയും കൊടുത്ത് നമ്മുടെ ജീവിതം ത്വരിതപ്പെടുത്താൻ കിടന്ന് കഷ്ടപ്പെടുന്നതിനിടയിൽ ഈ ഒരു പെട്ടെന്ന് ഇത്രയും പണം നമ്മൾ എവിടെ നിന്നുണ്ടാക്കും? ചോദിച്ചിട്ട് ആരും തരുന്നില്ല, സഹോദരങ്ങൾ സഹായിക്കുന്നില്ല, അപ്പനും അമ്മയ്ക്കും ആ സമയത്ത് അതിനുള്ള സാഹചര്യമില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. മറ്റുള്ളവർ പ്രമാണം വെച്ചിട്ടും തന്നെ പോയി ചോദിച്ചിട്ട് പോലും ആരും തന്നില്ല. അതാണ് എൻ്റെ സത്യം. ബാങ്കിലാണെങ്കിൽ ഇദ്ദേഹം പോയി മുടക്കിക്കളയും, അതങ്ങനെ വേറെ വഴി. അപ്പോൾ ആകെ ഞെരുക്കാവസ്ഥയിലായി. മുള്ളിനിടയിൽ വീണ് വിത്തുപോലെ ഞെരുക്കമാണ്, പ്രശ്നങ്ങളാണ്. ഞാൻ എന്ത് ചെയ്യാം എന്നാലോചിച്ചിരുന്നു. എനിക്ക് സങ്കടം കൊണ്ട് സഹിക്കാൻ പറ്റാതെ ഇനി ഒരു പ്രശ്നം ഉണ്ടാവണ്ട എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ ജഡത്തിൽ ദുരാലോചന, ശത്രുവെന്ന ആത്മാവ് എനിക്ക് തന്ന ദുരാലോചന പ്രകാരം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാം. ആരും സഹായിക്കാനില്ലല്ലോ, നമ്മുടെ ആരും ഒരു രൂപ പോലും ചെന്ന് സഹായിക്കാനോ നമ്മളെ വിശ്വസിക്കാനോ ആരുമില്ല. നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല ഉചിതമെന്ന് തോന്നി എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ പറഞ്ഞു. അവൾ എനിക്കെതിരെ മറുതലിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. ആ സമയത്ത് ഒരു പേടിയുള്ള സമയമാണ്. കാരണം ഞാൻ ആ കാലഘട്ടത്തിൽ മദ്യപാനിയായിരുന്നു, നല്ല തികഞ്ഞ മദ്യപാനി, മറ്റ് ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ജീവിതമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭയം ഉണ്ടായിരുന്നിരിക്കണം. ഒന്നും വേണ്ടിയില്ല. ഞാൻ പോയി മരണത്തിന് വേണ്ട സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ചു, സജ്ജീകരിച്ചു, മദ്യം വാങ്ങിച്ചു, 1, 2, 3 മറ്റ് ലഹരി വസ്തുക്കളും വാങ്ങി. ഞാനിതെല്ലാം ഉപയോഗിച്ചെങ്കിലും എനിക്കിത് കൊടുക്കാനുള്ളൊരു ധൈര്യം ഉള്ളിൽ കിട്ടുന്നില്ല.
എൻ്റെ ജീവിത പങ്കാളിക്ക് കൊടുക്കാനും എൻ്റെ മക്കൾക്ക് കൊടുക്കാനും എനിക്ക് കഴിയുന്നില്ല. കാരണം അവൻ്റെ മുഖം കാണുമ്പോൾ, എൻ്റെ മകൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് കരച്ചു വരും. ഞാനങ്ങനെ ഇരുന്ന് കരയുകയാണ്. ഒരു വീടിൻ്റെ താമസിക്കുന്ന ആ മുറിയുടെ ഒരു മൂലയ്ക്കിരുന്ന് കരയുകയാണ്. എനിക്ക് കരച്ചിൽ സഹിക്കാൻ വയ്യ. 3 ദിവസം ഞാനിരുന്ന് കരഞ്ഞു. എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ കർത്താവേ. നിൻ്റെ ബൈബിളെടുത്ത്, നിൻ്റെ വചനമെടുത്ത് ഞാൻ എത്രത്തോളം ആയി വന്നിട്ടും എനിക്കിനി ഒരു സഹായിക്കാൻ ഒരുവനുമില്ലല്ലോ എൻ്റെ മുമ്പിൽ. അതുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് ഞാനിരുന്ന് കരയുകയാണ്. എൻ്റെ മോൻ്റെ മുഖം കാണുമ്പോൾ കരച്ചിൽ വരിക. കരഞ്ഞു. 3 ദിവസം ഞാൻ ഇതെല്ലാം ഉപയോഗിച്ച് സുബോധം നഷ്ടപ്പെടാൻ വളരെയധികം പരിശ്രമിച്ചെങ്കിലും നടന്നില്ല. എൻ്റെ മക്കൾക്കോ എൻ്റെ ജീവൻ പങ്കാളിക്ക് ഞങ്ങൾക്ക് വിഷം കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ 4-ാം ദിവസം രാവിലെ ആ അബോധാവസ്ഥയിലും ടി വി ഓൺ ചെയ്തപ്പോൾ ടി വിയിൽ ഒരു പ്രോഗ്രാം, അത് മാറ്റി, ഒരു ചാനൽ വന്ന ചാനൽ മാറ്റി, പെട്ടെന്ന് വേറൊരു ചാനൽ വെച്ചൊരു പ്രയർ ചാനലായിരുന്നു. പെട്ടെന്ന് അത് കണ്ടുകൊണ്ട് പെട്ടെന്ന് ആ കണ്ട ഒരു 2 നിമിഷം എൻ്റെ ഉള്ളിൽ വ്യക്തമായി ഇങ്ങനെ പറയുകയാണ്, നീ വേഗത്തിൽ തന്നെ അങ്ങോട്ട് പോയി കൊള്ളുക, നീ വേഗത്തിൽ അങ്ങോട്ട് പോകും, അവിടെ പോയി പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. അങ്ങനെ ഒരു ആലോചന ഉള്ളിൽ ഉണർന്നു. ആ ആലോചന എന്നെ അടിമുടി മാറ്റി. ഞങ്ങൾ പിറ്റേ ഞായറാഴ്ച അവിടെ ആരാധനയിൽ പോയി. വീണ്ടും പ്രാർത്ഥനാ ജീവിതം നയിച്ചു. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ വിഷയത്തിൽ അങ്ങനെ പോയി പ്രയറിന് പോയി പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞാൻ പഴയപടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ശീലമുണ്ടായിരുന്നു എനിക്ക്. രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് ഇതുപോലെ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പ്രേരണ നൽകി, നീ ആ സ്ഥലം അവന് വിട്ടുകൊടുക്കും, അതിനുവേണ്ടി നീ ബലപ്രയോഗം നടത്തണ്ട, അത് കൊടുത്തുകൊള്ളു. അത് കേട്ടതോടുകൂടി എനിക്കാകെ വല്ലാതെ എൻ്റെ സ്ഥലം കൊടുക്കാൻ പറയുക എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടേതെന്ന് കരുതുന്നത് നമ്മൾ വിട്ടുകൊടുക്കാൻ മനുഷ്യർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിലും ദൈവത്തിൽ നിന്നും പ്രാർത്ഥനാ സമയത്ത് കിട്ടിയൊരു ആലോചനയായതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതവും കാളികൂടും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തത്, കൊടുക്കാമെന്ന് തീരുമാനമായി. അദ്ദേഹത്തെ വിളിച്ച്, വക്കീലിനെ വിളിച്ച് സംസാരിച്ചു. അയാളുമായി വന്നു, ബാങ്കിലെ ഇടപാടുകളൊക്കെ അയാൾ വന്ന് ക്ലിയർ ചെയ്ത് പൈസ എടുത്തു. ആ സ്ഥലം നേരെ അയാളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ആ കൂട്ടായ്മയിൽ പോവുകയും നിരന്തരമായ ബൈബിൾ വായനയും പഠനവും പ്രാർത്ഥനയും, സ്വന്തമായി ബൈബിൾ വായിക്കാൻ തുടങ്ങി, വീണ്ടും ഭയങ്കരമായി വായിക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് ഞാൻ എൻ്റെ രക്ഷകനായ യേശുവിൻ്റെ ജനനം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്, എന്തിനു വേണ്ടിയായിരുന്നു എന്ന് സത്യത്തെ മനസ്സിലാക്കുന്നത്. കാരണം ആ യേശു ശിശുവായിരുന്നപ്പോൾ പോലും മരണത്തെ അഭിമുഖീകരിച്ച വ്യക്തിയാണ്. എനിക്ക് വേണ്ടി, എൻ്റെ ജീവന് വേണ്ടി, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ജനിച്ച സമയം തന്നെ ജീവഭീഷണി നേരിട്ട ഒരു വ്യക്തിത്വമായിരുന്നു എൻ്റെ നാഥനായ യേശു ക്രിസ്തു. പിന്നീട് നമുക്കറിയാം, യേശു സ്വന്തം സഹോദരന്മാർ പോലും അവഗണിച്ചും നിന്ദിച്ചും, സമൂഹം അവനെ നിന്ദിച്ചും തള്ളിപ്പറയുകയും ചെയ്യും. ഇവൻ തച്ചൻ്റെ മകനല്ലയോ, മറിയയുടെയും യോസഫിൻ്റെയും മകനായ ഇവൻ ഈ ജ്ഞാനമെല്ലാം ഇതെവിടെ നിന്ന്? ഇവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും നമ്മളോടൊപ്പം ഉണ്ടല്ലോ എന്നൊക്കെ പറയുവനെ തള്ളിപ്പറയാനും നിന്ദിക്കാനും തുടങ്ങി. എൻ്റെ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചത്, യോഹന്നാൻ പഠിപ്പിച്ചതുമെല്ലാം ഒന്നു തന്നെയാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുക, കർത്താവിൻ്റെ വചനത്തിൽ, കർത്താവിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക എന്ന സത്യം. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും ആ വിശ്വാസം തിരഞ്ഞെടുത്തു. സത്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പാത തുടരുവാൻ ഞങ്ങൾ തീരുമാനമെടുക്കുകയാണ്. അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതം വളരെയധികം മാറ്റം വന്നു. ഞങ്ങൾ സത്യത്തിൽ ഞാൻ കുടുംബവും എൻ്റെ കർത്താവിൽ ഇന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ ലോകം കാണുന്ന സമ്പത്തിനല്ല ആഗ്രഹിക്കുന്നത്. ലോകത്തിനപ്പുറം നമ്മുടെ മരണാനന്തരമുള്ള ഒരു നിത്യജീവൻ നൽകുവാൻ നമ്മളെ വിളിച്ച് വേർതിരിച്ച ക്രിസ്തുവിനെ, ആ ദൈവത്തെ, ആ സ്വർഗത്തിലിരിക്കുന്ന കർത്താവും രാജാവും സൈന്യങ്ങളുടെ യഹോവയുമാകുന്ന കർത്താവായ ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, സ്തുതിക്കുന്നത്.
അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ശിശുവായിരുന്നപ്പോൾ മരണ വെല്ലുവിളിയെ പോലും അഭിമുഖീകരിച്ചതും അതിനെല്ലാം ഓവർകം ചെയ്ത് അതിനെല്ലാം അതിജീവിച്ച് കടന്നു വന്നതുമായ നമ്മുടെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സ്വന്തം ജീവനെ നൽകുന്ന ആ സമയം വരെയും നിന്ദനകൾ, ഒറ്റപ്പെടുത്തലുകൾ, അവഗണനകൾ, വേദനിപ്പിക്കലുകൾ, ചമ്മട്ടി കൊണ്ടടി, മുഖത്ത് കാർക്കിച്ച് തുപ്പി, മുട്ടി ചുരുട്ടി ഇടിച്ചു, വലിയ കുരിശും വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് പോകുന്ന വഴി പലവട്ടം വീണു, ശരീരം തകർക്കപ്പെട്ടും ചതയ്ക്കപ്പെട്ടും അടിയേറ്റുവാങ്ങിയും കാൽവരി ക്രൂശോളം എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വന്തം ജീവനെ നമ്മുടെ പാപത്തിന് ഒരു വിലയായി നൽകുവാൻ നമ്മുടെ യേശു നമുക്കായി വന്നു. ആ യേശുവിനെയാണ് ഹൃദയത്തിൽ നാം സ്വീകരിക്കേണ്ടത്. അവിടെ ഒരു മതത്തിൻ്റെ കെട്ടില്ല, ഒരു മതമില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, സൂര്യൻ ഒന്നേ ഉള്ളൂ. സൂര്യൻ ആകാശത്തുദിക്കുമ്പോൾ ഞാൻ ക്രിസ്ത്യാനിയുടെ സൂര്യനാണെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ മുസ്ലിമിൻ്റെ സൂര്യനാണെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ഹിന്ദുവിൻ്റെ സൂര്യനാണെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ സിഖുകാരൻ്റെ സൂര്യനാണെന്ന് പറഞ്ഞിട്ടില്ല. സൂര്യൻ ഒന്ന്, എല്ലാവർക്കും പ്രകാശം തരുന്ന ഒന്നാണ് സൂര്യൻ. ആ സൂര്യനെ സൃഷ്ടിച്ച സൃഷ്ടാവായ കർത്താവും രക്ഷകനും നാഥനുമായ യേശുവിനെ സ്വീകരിക്കുമ്പോൾ അവിടെ ഒരു മതമല്ല, മനുഷ്യനായി മാറുക. മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യനായി തീരുക എന്നുള്ളത്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനാൽ ജീവിക്കുന്ന, നീതിയുടെ പാതയിൽ പിന്തുടരുന്ന, സ്വർഗത്തിൻ്റെ പദ്ധതികളെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ സ്വീകരിക്കുന്ന ദൈവ പൈതലായി തീരുക എന്നുള്ളതാണ് കർത്താവിൻ്റെ ഹിതം. ഞാൻ എൻ്റെ സാക്ഷ്യം വളരെ ചെറിയ രീതിയിലാണ് പറഞ്ഞത്, എങ്കിലും എൻ്റെ സാക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ജീവിതം പലവട്ടം ഇതുപോലെ പല പ്രശ്നങ്ങളിലൂടെ, പല പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. ഒരുപാട് കാലങ്ങൾ ഞാൻ ഈ മദ്യപാനവും മറ്റ് ദുശീല വസ്തുക്കളും ഉപയോഗിച്ചിട്ടുള്ള ജീവിതമായിരുന്നു എൻ്റേത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റേതല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളിൽ, സുഹൃത്തുക്കളോടൊപ്പം നടക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളതും ചെയ്തിട്ടില്ലാത്തതുമായ ഒരുപാട് പ്രശ്നങ്ങളിലും ചെന്നുവിട്ട് ഒരുപാട് ജീവിതം നഷ്ടപ്പെടുത്തി കളഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ കർത്താവിലായതിനു ശേഷം പലരും എന്നെ ഉപദ്രവിച്ചാലും ചീത്ത വിളിച്ചാലും എന്തു പറഞ്ഞാലും ക്ഷമിക്കുവാനൊരു കൃപ കർത്താവ് എനിക്ക് തന്നു. ഞാൻ ഇന്നും ക്ഷമിച്ചു പോവുകയാണ്. ഇന്നും ക്ഷമിച്ചും സഹിച്ചും ഞാൻ ജീവിക്കുന്നു. കാരണം എൻ്റെ കർത്താവ് എന്നെ അങ്ങനെ പഠിപ്പിച്ചു, എൻ്റെ കർത്താവ് എന്നെ അങ്ങനെ രൂപകൽപ്പന ചെയ്തു. ഇന്നും എന്നെ അതുപോലെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായ മാറ്റം വന്നെന്ന് ഞാൻ പറയുന്നില്ല. മനുഷ്യനാം അല്പകാലം എടുക്കാം. നമ്മുടെ ആയുസ്സ് തികയുന്നതിന് മുൻപ് ആ ഒരു പൂർത്തീകരണം നമ്മളിൽ നടക്കണം എന്നുള്ളത് ദൈവഹിതമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. യേശു ജനം മുതൽ മരണത്തെ അഭിമുഖീകരിച്ചവനാണ്. നമ്മളും പാപം ചെയ്തുകൊണ്ട് അനുസരണക്കേട്, ദൈവത്തെ അനുസരിക്കാതെ, ദൈവത്തിൻ്റെ കൽപ്പനകളും വചനങ്ങളും അനുസരിക്കാതെയും ദൈവത്തോട് പ്രാർത്ഥിക്കാതെയും നമ്മൾ ചെയ്യുന്ന ചെയ്തികളാലും ദൈവത്തെ അനുസരിക്കാതെ, ദൈവവചനം വായിക്കാതെ നമ്മൾ പോകുന്നത് പോലും ദൈവത്തിനോടുള്ള പാപമാണ്. അതിൽ ദൈവത്തെ അനുസരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ പാപം. പിന്നീട് വരുന്നതാണ് നമ്മൾ ചെയ്യുന്ന പാപം. വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ വരുന്ന, നോട്ടത്തിലുമൊക്കെ വരുന്ന പാപങ്ങളുണ്ട്. ആ പാപങ്ങളൊക്കെ മനുഷ്യനായിരിക്കുന്നത് കൊണ്ട് നമുക്ക് അത് സംഭവിച്ചു പോകും, അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോകാം. പക്ഷേ അവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടിപ്പായി ഹൃദയം തുറന്ന് ക്ഷമ ചോദിച്ചാൽ കർത്താവ് ക്ഷമിക്കും. എന്നാൽ അതേ പാവം വീണ്ടും തുടരരുത് എന്നും കർത്താവ് പറയും. ഓക്കെ,
അപ്പോൾ നമുക്ക് വേണ്ടി ജീവൻ നൽകിയ ആ കർത്താവ് കാൽവരി ക്രൂശിൽ മൂന്നാണികളിൽ തറയ്ക്കപ്പെട്ട് മരണത്തിൽ തന്നെ വിട്ടുകൊടുത്തു. എന്നാൽ മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയുമാണ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. എന്നെപ്പോലെയുള്ളവരെ ഇന്നും കർത്താവായ ദൈവം കൂടുതൽ ആത്മനിറവോടുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിനെ വിശ്വസിക്കുക എന്നുള്ളത് ലോകത്തിലെ സമ്പത്ത് നേടുവാൻ വേണ്ടിയല്ല, കാറ് വാങ്ങാനും വലിയ ബംഗ്ലാവ് വയ്ക്കാനും മക്കളെ വിദേശ പഠനത്തിന് അയക്കാനുമാണെന്ന് കരുതുന്നെങ്കിൽ തെറ്റിപ്പോയി. അതൊന്നും ഒരിക്കലും കർത്താവ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളല്ല. മത്തായി 6:63 പറയും, നിങ്ങൾ ആദ്യം അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, ഇവയെല്ലാം വന്ന് കൂട്ടിച്ചേർക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. അത് സത്യമാണ്. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് എന്തെന്ന് ദൈവത്തിന് അറിയാം, ദൈവം തരും. പക്ഷെ അതിനു വേണ്ടിയിട്ട് കർത്താവിനെ സ്നേഹിക്കുകയോ അതിനു വേണ്ടിയിട്ട് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയോ ചെയ്യുന്നെങ്കിൽ അത് ദൈവഹിതമല്ല, നമ്മുടെ ഹിതമാണ്. നമ്മുടെ ഹിതം ദൈവത്തിലടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. ദൈവഹിതം നമ്മൾ സ്വീകരിക്കുമ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടത് നമുക്ക് വന്നു ചേരും, നമ്മുടെ തലമുറയ്ക്ക് വന്നു ചേരും. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടത് നൽകും, നമുക്ക് വേണ്ടത് നൽകും. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കാൻ പഠിക്കുക, കർത്താവിനെ സ്വീകരിക്കുക. കർത്താവായ യേശു ക്രിസ്തു പോലും നമുക്ക് മാതൃകാപരമായ പല കാര്യങ്ങളും ബൈബിളിലൂടെ വ്യക്തമാക്കി തന്നു. അവൻ പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം, ഇതിപ്പോൾ നിവൃത്തിയാക്കുക എന്ന് പറഞ്ഞ് യോഹന്നാൻ്റെ അടുക്കൽ വന്ന് സ്നാനപ്പെടുന്നുണ്ട് 30-ാം വയസ്സിൽ. കാരണം സ്നാനം എന്നത് ദൈവഹിതമാണ് എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുന്നവനും ദൈവത്തെ അനുസരിക്കുന്നവനും മാത്രമേ ഈ ക്രിസ്തു കാണിച്ച മാതൃകാപരമായ സ്നാനം സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള സത്യം. അതുപോലെ തന്നെ പാപജീവിതം, ലോകത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള മദ്യപാനം, പുകവലി, മദ്യമയക്കുമരുന്ന്, അങ്ങനെ ഇതര വേണ്ടാത്ത ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, മറ്റുള്ള തെറ്റുകൾ ഉപേക്ഷിക്കണമെങ്കിൽ ഈ ദൈവത്തിൻ്റെ കൃപ, ഈ ദൈവത്തെ സ്വീകരിച്ചാൽ, ഈ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ, ഈ ക്രിസ്തുവിലൂടെ ജീവിച്ചാൽ നാം പുതിയൊരു സൃഷ്ടിയായി മാറും, പുതിയൊരു രൂപാന്തരം വന്ന മനുഷ്യനായി മാറും. നമ്മളിൽ കുറവുകളുണ്ടാവാം, പലരും നമ്മളെ കുറവുകൾ പറയുന്നുണ്ടാവാം. സമൂഹത്തിലുള്ള നമ്മുടെ 4 സൈഡിലും വസിക്കുന്ന അയൽവാസികളോ സുഹൃത്തുക്കളോ ബന്ധുജനങ്ങളോ നമ്മളെ കുറ്റപ്പെടുത്താം, എന്തു വേണമെങ്കിലും പറയാം. കാരണം നമ്മൾ പോകുന്ന ആ പാതയിൽ അവർ പോകാത്തിടത്തോളം നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കറിയാമല്ലോ, യേശുവിനെ കുറ്റം പറഞ്ഞതുപോലും. യേശു നീതിയുടെ നടന്നവനാണ്, യേശു പാപരഹിതനാണ്, പാപമില്ലാത്തവനാണ്, നമ്മുടെ പാപങ്ങൾ ചുമക്കാൻ വന്ന കുഞ്ഞാടാണ്. അവനെ പോലും കുറ്റം വിധിച്ച ഈ സമൂഹം നമ്മളെയും കുറ്റം വിധിക്കും. അവൻ പ്രാർത്ഥനക്കാരനാണ്, അവൻ അത് ചെയ്തത് ശരിയായില്ല, ഇവൻ ഇത് ചെയ്തത് ശരിയായില്ല, അവൻ ഈ പറഞ്ഞത് ശരിയായില്ല. അവരുടെ ശരിക്കല്ല നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് ദൈവം തന്നൊരു ശരിയുണ്ട്, നമുക്ക് ദൈവം തന്നൊരു നീതിയുണ്ട്. ആ നീതിയിൽ നാം സംസാരിക്കുമ്പോൾ സമൂഹം നമ്മെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരിക്കാം. പക്ഷെ അവൻ നമ്മൾ കാര്യമാക്കണ്ട. യേശു പോയതുപോലെ നമ്മുടെ നോട്ടം സ്വർഗത്തിലേക്ക്, നമ്മുടെ യാത്ര സ്വർഗത്തിലേക്ക്, നമ്മുടെ യഥാർത്ഥ ഭവനം സ്വർഗീയ ഭവനം. ഇവിടെ താൽക്കാലിക വാസം ചെയ്യാൻ നമ്മളെ ഒരു ശരീരം തന്നു വിട്ടിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ യഥാർത്ഥ ഭവനം സ്വർഗീയ ഭവനമാണ്. നമ്മുടെ യഥാർത്ഥ പിതാവ് സ്വർഗീയ പിതാവാണ്. അവിടെ മടങ്ങിച്ചെല്ലുവോളം നമ്മളിവിടെ ജീവിക്കുമ്പോൾ കുറവുകൾ സംഭവിക്കാം. നമ്മളെ വീഴ്ചകളുണ്ടെങ്കിൽ ആ വീഴ്ച കർത്താവിനോട് ഏറ്റുപറഞ്ഞത് നിരപ്പ് പ്രാപിച്ചാൽ തീർക്കാം എന്ന്, അതാണ് ദൈവസത്യം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനൊരു ചെറിയൊരു സാക്ഷ്യവും, അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ജനനം മുതൽ കാൽവരി ക്രൂശോളം എനിക്ക് വേണ്ടി സഹിച്ച കഷ്ടങ്ങൾ, വേദന, മുറിപ്പാടുകൾ, ആക്രോശം, ഇതെല്ലാം യേശു സഹിച്ചു എനിക്കും നിങ്ങൾക്കും വേണ്ടി. ആ യേശുവിന് വേണ്ടി അല്പം കഷ്ടം സഹിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകില്ല. അല്പം നിന്ദന സഹിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകില്ല. അപകടം സംഭവിച്ചാലും നമുക്കൊന്നും സംഭവിക്കാൻ പോകില്ല. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരും മനുഷ്യർ നമ്മളോട് മുമ്പ് ചെയ്യാം, ഒന്നും ചെയ്യില്ല. ദൈവം നമുക്ക് കൂടെയുണ്ട്. ദൈവം നമ്മുടെ സഹായകനാണ്, ഏറ്റവും അടുത്ത സഹായകൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം, ദൈവമേ, ഇത് കേൾക്കുന്ന ഈ ഭാഗം, ഈ ദൈവത്തിൻ്റെ വചനപ്രകാരം കർത്താവെ, എളിയവന് തന്ന കാര്യങ്ങളെ ദൈവമേ ഞാനിവിടെ പറഞ്ഞു. അതെല്ലാം ദൈവം കേൾക്കുന്നവരുടെ ഹൃദയം സ്പർശിക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അപ്പോൾ തന്നെ ഹല്ലേലൂയ, എല്ലാവരിലും കർത്താവിൻ്റെ സാന്നിധ്യവും സ്വാധീനവും ഉണ്ടാകേണ്ടതിന്, അവരുടെ ഹൃദയങ്ങളെ മാനസാന്തരത്തിലേക്ക് തിരിക്കേണ്ടതിന്, തലമുറകളെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും
പടുകുഴിയിൽ നിന്നും ദുഷ്ടൻ്റെ ദുരാലോചനയിൽ നിന്നും വിടുവിക്കപ്പെടേണ്ടതിന് കർത്താവെ നിത്യജീവങ്കിലേക്ക് വരേണ്ട ആ ഒരു നിത്യ തിരഞ്ഞെടുപ്പിന് വേണ്ടി തലമുറകളെ സമർപ്പിക്കുന്നു. കർത്താവ് അതുപോലെ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവ് കുടുംബങ്ങളെല്ലാം സമർപ്പിക്കുന്നു. ഈ ദേശം സുവിശേഷീകരിക്കപ്പെടുവാനും സുവിശേഷത്താൽ വീണ്ടെടുക്കപ്പെടുവാനും സുവിശേഷത്തിൽ വന്ന ഒരുവനും ഒരിക്കലും ഒരു അക്രമകാരിയോ ഒരു തീവ്രവാദിയോ ഒന്നുമായിട്ടില്ലല്ലോ കർത്താവെ. അവരെല്ലാം സ്നേഹമുള്ളവരായി കരുതലുള്ളവരായി പരസ്പരം സ്നേഹിക്കുന്നവരെ പരസ്പരം ദൈവത്തെ നൽകുന്ന ദൈവ സാന്നിധ്യത്തെ നൽകുന്നവരായി തീർക്കുന്ന ദൈവശക്തിയോട് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവും എല്ലാവരെയും സ്പർശിക്കണമേ കർത്താവെ. ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്രിസ്തുവിൻ്റെ കരുതലും ക്രിസ്തുവിൻ്റെ ഇടപെടലുമുള്ള ഒരു പുതിയ തലമുറ ഇവിടെ രൂപാന്തരപ്പെട്ടു വരുവാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലമുറകൾ വേഗത്തിൽ വിടുവിക്കപ്പെടണം. അവർ കർത്താവെ നിത്യരക്ഷകനായ ക്രിസ്തുവിൽ ജീവിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട നന്ദി പറയുന്നപ്പ യേശു ക്രിസ്തുവിൻ്റെ വിലയുടെ നാമത്തിൽ തന്നെ ആമേൻ.